അവളെ നിങ്ങൾക്കറിയില്ല. ആരുമാകട്ടെ, നിൻ്റെ കാമുകിയോ ഭാര്യയോ പെങ്ങളോ അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ നമ്മൾ പലപ്പോഴും അവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. നമ്മുടെ കണ്ണുകളിലൂടെ പലപ്പോഴും നമ്മൾ സ്ത്രീകളെ കാണുന്നു. അവരുടെ കണ്ണുകളിലൂടെയും അവരുടെ കാഴ്ചപ്പാടുകളിലെയും കാണാൻ നമ്മൾ മറന്നുപോകുന്നു, അല്ലെങ്കിൽ നമ്മളത് വിസ്മരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും നല്ല സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച ഒരാൾ പോലും കാലക്രമേണ അദ്ദേഹത്തിന് സംഭവിക്കുന്നത് പതിയെ ആ സൗന്ദര്യത്തിന് ഒരു ആസ്വാദനമില്ലാതാവുകയും ഒരു കെയറിങ് നൽകാതിരിക്കുകയും വീട്ടിലേക്ക് തന്നെ വൈകി വരുന്ന അവസ്ഥ ഉണ്ടാവുകയും അവസാനം 1 വർഷം 1.5 വർഷമാകുമ്പോഴേക്കും അവൻ പറയുന്നത്, എന്തിനാ വിവാഹം കഴിച്ചു പോയത്, പെട്ടുപോയല്ലോ, ഞാൻ കെണിഞ്ഞു പോയല്ലോ, വീട്ടിലേക്ക് പോകാൻ തന്നെ മടിയാണ് എന്നുള്ള വർത്തമാനങ്ങൾ പറയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവരുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് വലിയ കഴിവുണ്ട് എന്ന ഒരു അംഗീകാരം നമ്മൾ ആദ്യം നൽകേണ്ടിയിരിക്കുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. മറച്ചു വെക്കാനുള്ള കഴിവ്. സ്ത്രീയെപ്പോലെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ഒരു പുരുഷന് സാധ്യമല്ല. നമുക്കറിയാം, നമ്മൾ അടുത്തിടപഴകുമ്പോൾ നമ്മൾ തുറന്നു പറയും പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട്. പക്ഷേ എന്നാൽ അവർക്ക് കഴിവുണ്ട്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യണമെന്നല്ല, മറിച്ച് അതവർക്ക് വേണ്ടതാണ്, ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഒരു പെൺകുട്ടി, അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒരു പെൺകുട്ടി അടുത്ത കാലത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായി. തൻ്റെ വീട്ടിൽ, ഇത് സാധാരണ നമുക്ക് അറിയാം, ഇങ്ങനത്തെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് തൻ്റെ വീടുകളിൽ മാതാവും പിതാവും മറ്റു 4-5 കുട്ടികളുമുണ്ട്. എന്നിട്ട് പോലും ഇവർ ആർക്കും അറിഞ്ഞില്ല. ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ നാടുകളിൽ. അപ്പോൾ അതേപോലെ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കോളേജൊക്കെ പഠിക്കുമ്പോൾ പ്രേമിച്ച് സ്നേഹിച്ചു, അവസാനം ഒന്നിച്ച് ജീവിക്കാൻ കുടുംബം സമ്മതിച്ചില്ല. പക്ഷെ അവർ വിദേശത്ത് പോയി, അവിടെ തന്നെ വിവാഹം ചെയ്തു. നാട്ടിലേക്ക് വരുമ്പോൾ വേറെ വീടുകളിലേക്ക് പോകുന്നു, വിവാഹം ചെയ്ത് കുടുംബമായി അവിടെ ജീവിക്കുക. എന്നാലും ഈ വീട്ടുകാർക്കോ അറിയില്ല. അതേപോലെ പലപ്പോഴും കോളേജിൽ പഠിക്കുന്ന, സ്കൂളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ വീഡിയോസ് നമ്മൾ വരാറുണ്ട് ഇങ്ങനെ വാട്സപ്പിലൊക്കെ, ബസ്സിലും ട്രെയിനിലുമൊക്കെ. അവർ പോകുന്ന സമയത്ത് ഭയങ്കര കളർഫുള്ളായി, ഭയങ്കര നല്ല ഡ്രസ്സൊക്കെ ധരിച്ച്, ഭയങ്കര അച്ചടക്കും ചിട്ടയും ഒതുക്കമൊക്കെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ ഒരു ട്രെയിൻ വിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണാം പല സ്ത്രീകളുടെയും ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മംഗലാപുരം, ബാംഗ്ലൂർ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് കുടുംബത്തിനോ മാതാപിതാക്കളോ നമുക്ക് അറിയുന്നുണ്ടോ? ഒരിക്കലും അറിയുന്നില്ല. അതൊക്കെ മറച്ചു വെക്കാനുള്ള ഭയങ്കരമായ കഴിവ്. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയെ അവർ ഫോണിൽ ഭയങ്കരമായി സംസാരിക്കുന്ന കണ്ടിട്ട് ഒരു മാതാവ് അവർ പരിശോധിച്ചു. എവിടെയും ഫോണില്ല, പക്ഷേ അവരുടെ രഹസ്യഭാഗങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചതായി പിന്നീട് പിടിക്കപ്പെട്ടു. അപ്പോൾ അത്രയും കഴിവ്. ഫോൺ പോലും നിരന്തരമായി ഉപയോഗിച്ചിട്ട് വീട്ടുകാർക്ക് പോലും അറിയുന്നില്ല ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ മാത്രമല്ല. ഇപ്പോൾ പല കാമുകന്മാർക്കും, പല ആളുകൾക്കും കാമുകന്മാരുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നമ്മളത് എത്ര മറച്ചു വെച്ചാലും ഉണ്ട് എന്നത് ഒരു സത്യമാണ്. പലപ്പോഴും നമ്മളത് കാണാറുണ്ട്, പലപ്പോഴും പിടിക്കപ്പെടാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് പിടിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ഫോണിൽ ചൂഴ്ന്നെടുക്കുമ്പോഴുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കുക എപ്പോഴും. അതേപോലെ ഇപ്പോൾ വധിക്കുന്ന സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് കാലം അങ്ങനെ ജീവിക്കുമ്പോൾ, കുറച്ച് കാലം കാമുകയായി ജീവിക്കുമ്പോൾ അവളെ മടുക്കും. ഇപ്പോൾ നമ്മൾ പല ന്യൂസുകളും കാണാറുണ്ട്. കുറച്ച് കാലം ജീവിക്കുമ്പോൾ അത് മടുപ്പ് പിടിക്കും ആ ജീവിതം, പിന്നെ വേറൊരാൾ തേടി പോകും, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ചില സ്ത്രീകൾ ഭയങ്കര സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥമായിരിക്കും, വിട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലും. അത്രയും ഒരു ആത്മാർത്ഥമായ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ അത് അവിഹിതമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലല്ല, ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചല്ല. അതിൻ്റെ അവസാനം ഭാര്യയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്നിട്ട് കാമുകിൻ്റെ കൂടെ പോകുന്നു. എന്തൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയുള്ള പല വാർത്തകൾ നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഒരു തെറ്റായ ബന്ധം നിലനിർത്താൻ വേണ്ടി ഒരു പാടുപെടുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരിക്കൽ 2 പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് രഹസ്യമായി ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് പതിയെ ചെയ്ത് വരുമ്പോൾ അത് അത്രയും രഹസ്യമായി സൂക്ഷ്മമായി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊരു ഉസ്താദിനെ അവിധത്തിൽ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്ര ഇത് പടച്ചോൻ്റെ വിധിയാണ്. ഞാൻ പറഞ്ഞു, മുഖത്തേക്കൊന്നും അല്ല വാങ്ങിയൊന്നും കൊടുക്കാറില്ല, ഒരേ പടച്ചോൻ്റെ വിധി. അങ്ങനെയല്ല പടച്ചോൻ്റെ വിധിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അവിടെ അങ്ങനെ പോലും ഈ അറിവുള്ളവർ ആളുകൾ പോലും ഈ മോശമായ വൃത്തിയിൽ പെട്ടുപോകുന്നുണ്ട്. അതേപോലെ മറ്റൊരു ഉദാഹരണം, ഈ ഒരു അടുത്ത കാലത്തൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. നമുക്ക് നാട്ടിൽ പരിചയമുള്ള പെൺകുട്ടി
തൻ്റെ കുട്ടി ഒരു ചോക്ലേറ്റിന് വേണ്ടി ഭയങ്കരമായ ഒരു രംഗമാണ് അത്, എൻ്റെ കണ്ണെന്ന് മറഞ്ഞു പോകാത്ത രംഗം. ഒരു കുട്ടി നമുക്കറിയാം ചോക്ലേറ്റിന് വേണ്ടി എത്ര വാശി പിടിക്കുന്നു കുട്ടികൾ. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഞങ്ങൾ ചിരിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഇപ്പുറത്തെന്തോ ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഈ മുട്ടായി വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്തോ ചോക്ലേറ്റ്, കുറച്ച് വില കൂടിയ ചോക്ലേറ്റ്, സാധാരണ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് എന്തോ ഒരു ചോക്ലേറ്റ് കുട്ടിയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, വീണ്ടും ഒന്ന് ചോദിക്കാൻ. അപ്പോൾ ഈ മാതാവ് കണ്ണ് വീച്ചിട്ട് ഇങ്ങനെ പേടിപ്പിക്കില്ല, നമ്മളങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് കുട്ടീനെ. എനിക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്നോട് ചിരിക്കുന്നുണ്ട്. അത് ഒരേ സമയം കൊണ്ട്, അതാണ് അവരുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരേ സമയം കൊണ്ട് പൂച്ചയായും പുലിയായും മാറുന്ന പറയുന്നില്ല, അതുപോലെ വളരെ ലോലമായി മാറാനും അവർക്ക് സാധിക്കും, വളരെ ഗൗരവത്തിലാകാനും അവർക്ക് സാധിക്കും. ഇങ്ങനെ ഗൗരവത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ മാതാപിതാക്കൾ നമ്മൾ മാതാവിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടിയോട് വളരെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ ഇങ്ങനെ ഇവിടെ കരുതലോടെ പെരുമാറുന്നുണ്ട്. അവിടെ അപ്പുറത്ത് മൂത്ത കുട്ടി എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോൾ കുറച്ച് വലിയ കുട്ടിയാണെങ്കിൽ അവളോട് കർശനമായി മുഖഭാവത്തിൽ പെരുമാറുന്നുണ്ടാവും. അത്ഭുതപ്പെട്ടു പോകും. ഒരു സെക്കൻഡ് വെച്ചിട്ട് അവർക്കത് സാധിക്കും. അതുപോലെ ഭർത്താവിനോട് നല്ല പാങ്ങിൽ പെരുമാറാൻ, എന്തെങ്കിലും നല്ല പാങ്ങിൽ നല്ല ഇതിലുണ്ടാവും, പെട്ടെന്ന് സെക്കൻഡ് വെച്ചിട്ടായിരിക്കും അവർ മാറുന്നത്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്, പീരീഡ്സ് ആണോ, ദേഷ്യത്തിലാണോ, കോപത്തിൽ. എന്നാൽ അവരുടെ പ്രകൃതം അങ്ങനെയാണ്. പെട്ടെന്ന് പ്രതികരിക്കാൻ, പെട്ടെന്ന് മാറാനുള്ള ഇതുണ്ട് അവർക്ക്. അതവർക്ക് ആവശ്യമാണ്. തന്നെ കുട്ടികളെ വളർത്തിയെടുക്കാനും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനും നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാനൊക്കെ അത് ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് അവരുടെ ഒരുപാട് കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും പല ആളുകളും കാണുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് നല്ല ഫർദയൊക്കെ ഇട്ട് പോകുന്നൊരു കുട്ടികളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ എന്തിനാ വേണ്ടിയാണ് ഇസ്ലാമിന് ഇങ്ങനെ ഫർദയൊക്കെ ധരിച്ചു പോകുന്നത്, എന്തിനാ ഒരു മുഖമൊക്കെ ഇങ്ങനെ മറച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ നല്ല നമ്മൾ മറ്റു സ്ത്രീകളെ പോലെ വേഷം ധരിച്ചവർക്ക് പോയാലെന്താ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് ഇവരെ കാണണം പൂർണ്ണമായിട്ട്? നമുക്കറിയാം, കാണുന്നതിലൂടെ ഒരു പുരുഷന് ആസ്വാദനമുണ്ട് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. ഒരാൾക്ക് എതിർക്കാൻ പറ്റാതെ. ഈ അടുത്ത കാലത്ത് ചാനൽ ചർച്ചയിൽ നമുക്കറിയാം, ഈ 24 ന്യൂസ് നിങ്ങൾക്കറിയുമായിരിക്കും, ചിലപ്പോൾ പലർക്കും അറിയുമായിരിക്കും. നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ എഴുതുക, എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ടോപ്പിക് കിട്ടൂ. കമൻറ്റുകൾ കുറയും, എൻ്റെ ടോപ്പിക് കുറയും. അപ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്ത് ചാനൽ ചർച്ചയിൽ നടന്നത്, അപ്പോൾ ആ സ്ത്രീകൾക്ക് പോലും നമ്മൾ വലിയ വിദ്യാഭ്യാസമുണ്ട്, വലിയ പഠിപ്പുണ്ട്, വിവരമുണ്ട് എന്ന് വിചാരിക്കുന്ന വലിയ ചാനലുകൾക്ക് ചർച്ചയ്ക്കൊക്കെ പോകുന്ന വലിയ ആളുകൾക്ക് പോലും അവർക്ക് പോലും അറിയില്ല അവരുടെ സൗന്ദര്യത്തിന് ഒരു ആസ്വാദനമുണ്ടെന്നും അവരുടെ സൗന്ദര്യം മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കുന്നുണ്ടെന്നും അത് പല വൈദഗ്ധ്യായ രീതികളിലേക്ക് പോകുന്നുണ്ടെന്നും പുരുഷന്മാരെ സ്വാധീനിക്കുന്നുണ്ടെന്നും അവർക്കറിയില്ല. പല സ്ത്രീകൾക്കറിയില്ല. ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നൊരു പെൺകുട്ടി, അപ്പോൾ അവൾ പറഞ്ഞത് അത് വന്നു, ഈ വോളിബോൾ അങ്ങനത്തെ കളിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വോളിബോൾ അങ്ങനത്തെ ഒരു കളി ഉണ്ടല്ലോ, എന്താ അതിനെ പറയുക, ഒരു ബാസ്ക്കറ്റ് ബോൾ, ഒരു ബോക്സിലേക്ക് കൊണ്ടിട്ട് വരുന്ന ബാസ്ക്കറ്റ് ബോൾ. അപ്പോൾ ഇവിടെ ആ കളിയിൽ ഗാലറി ഇരുന്ന് കാണും. ആദ്യം കളിക്കായിരുന്നു കുട്ടി, പിന്നീട് അതൊക്കെ ഇസ്ലാമിൽ ആകർഷിച്ചു, മറ്റു മതത്തിലായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ പൂർണ്ണമായതൊക്കെ അങ്ങനെ ഡ്രസ് കോഡൊക്കെ മാറ്റി അവൾ. അവസാനം ഗാലറിയിൽ ഇരുന്ന് ഈ കളി കാണുമ്പോൾ ഈ പുരുഷന്മാരുടെ കൂടെ എല്ലാം ഈ കമൻറ്റ് ഇവർ കേൾക്കാൻ, എന്നിട്ട് അവർ പറയാം അത്ഭുതപ്പെട്ടു, ആ കമൻ്റ് എങ്ങാനും കേട്ടാൽ ഒരു സ്ത്രീയും കളിക്കില്ല. അങ്ങനെ അത്രയും അശീലച്ചോല കമൻറ്റ്. നമുക്കറിയാം, ചില പോസ്റ്റുകളിൽ ചില വീഡിയോകളിൽ ചില സ്ത്രീകളുടെ അങ്ങനെ തന്നെ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. തൻ്റെ രഹസ്യമായ ഭാഗങ്ങളും തൻ്റെ എന്തെങ്കിലും തുടയോ തൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗങ്ങളോ ചെസ്റ്റിൻ്റെ ഭാഗങ്ങളോ കാണിച്ചാൽ മാത്രമേ വൈറലാകുമെന്ന് വിശ്വസിക്കുന്ന അന്തം കമ്മികളായ സ്ത്രീകളുണ്ട്. അത് ചില ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രശസ്തരായ ആളുകളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവർ പറയാറുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ സമ്പാദിക്കുന്നത് നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ടാണല്ലോ അവർ വലിയ ആളാവുകയും ഒരുപാട് സമ്പാദിക്കുകയും ചെയ്യുന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സമ്പാദ്യം. നമുക്കറിയാം, പ്രശസ്തനായ ഒരാൾക്ക് ചിലപ്പോൾ സമ്പത്ത് വരാൻ ചാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഇവിടെ ഒരാൾ നല്ല രീതിയിൽ സമ്പാദിക്കുന്നു, ഏത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ സമ്പാദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവൾ മോശത്തരം കാണിക്കണമെന്നില്ല. അവളുടെ ജീവിതത്തിൽ അവളുടെയൊക്കെ ആവശ്യമായ അവൾ എത്രമാത്രം സമ്പത്ത് സംഹരിക്കുമോ അത്രയും സമ്പത്ത് അവളിലേക്ക് എത്തും. അതവൾ മോശപ്പെട്ടാലും ശരി, നല്ലവളായാലും ശരി, ഏത് മേഖലയിൽ പോയാലും ശരി. നോക്കിപ്പോൾ എത്രയോ നല്ല പെൺകുട്ടികളില്ലേ, നല്ല ഭാഗത്തിൽ സംസാരിക്കുന്ന നല്ല ഡോക്ടർമാരായ, നല്ല വക്കീലന്മാരായ, നല്ല ഉദ്യോഗസ്ഥന്മാരായ, നല്ല നല്ല സമൂഹത്തിൽ നല്ല നല്ല സ്ഥാനങ്ങൾ വഹിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. അവരിങ്ങനെ ബാക്കും മുമ്പൊക്കെ കാണിച്ചിട്ടാണോ വീഡിയോ ഒക്കെ ചെയ്തിട്ടാണോ അവർ പൈസ ഉണ്ടാക്കുന്നത്? അല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അവർക്ക് ആവശ്യമായ തുകകൾ, സമ്പത്ത് അവരുടെ കൈകളിലേക്ക് എത്തുമെന്നത് യാഥാർത്ഥ്യമാണ്.
അപ്പോൾ ഇത് തന്നെ തൻ്റെ ഭാഗങ്ങൾ കാണിക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അതേപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഈ മോശം കമൻറ്റുകൾ പറഞ്ഞു കേട്ട് ഈ സ്ത്രീ പറയുകയാണ് ഒരിക്കലും നമ്മൾ കളിക്കില്ല, ഇങ്ങനത്തെ മോശം കമൻറ്റ് കേൾക്കാൻ സ്ത്രീ ആഗ്രഹിക്കുന്നില്ല. അതായത് നല്ല സ്ത്രീകൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതേപോലെ അർദ്ധനഗ്നനായി നടക്കുമ്പോൾ തൻ്റെ വീട്ടിലെ സ്ത്രീകൾ അർദ്ധനഗ്നനായി നടക്കുമ്പോൾ ഏതൊരു പുരുഷൻ ആഗ്രഹിക്കുക നടക്കട്ടെ എന്നാണ് വിചാരിക്കുക? അല്ല, നടക്കണ്ട. കാരണം പുരുഷനറിയാം. ഈ അടുത്ത കാലത്തൊരു ഭയങ്കരമായ രസം, ഇവിടെ ഒരു പ്രവാസി നാട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഈ സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ കുട്ടികൾ, +2 പഠിക്കുന്ന പെൺകുട്ടികളുടെ ഒരുപാട് ഫോട്ടോകൾ നമുക്കറിയാം. കുട്ടികൾ അവർ മേക്കപ്പൊക്കെ ചെയ്തിട്ടില്ല, നല്ല ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇവിടെ രസം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോട്ടോ അദ്ദേഹം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, മുഖം കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ആളെ ഫോട്ടോ അയച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇദ്ദേഹത്തിന് ഉറപ്പാണ്, നമ്മൾ കാണലിലൂടെ കാണുന്നത് നല്ലതല്ല എൻ്റെ ഒരു ഭാര്യയെ, എൻ്റെ മക്കൾ, മറ്റുള്ളവർ കാണുന്ന നല്ല കുറച്ച് പ്രായമുള്ള പെൺകുട്ടികളൊക്കെ കാണുന്നത് നല്ലതല്ല എന്ന ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ ഈ ഭാര്യയുടെ മുഖം ഇങ്ങനെ മറിച്ചിരിക്കുകയാണല്ലോ. അപ്പം ഞാനത് കണ്ടിട്ട് ഇങ്ങനെ അന്തം പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഭാര്യ കാണാൻ അല്പം പ്രായമായിട്ടുണ്ട്, അങ്ങനെ ആരും നോക്കില്ല. കുറച്ച് പ്രായം കൂടിയ പെൺകുട്ടികളെ ആരെങ്ങനെ നോക്കുന്നു? അപ്പോൾ അത് മറ്റേതായാലും +2 ഒക്കെ പഠിക്കുന്ന നല്ല സുന്ദരികളായ പെൺകുട്ടികൾ. അപ്പോൾ ഇവിടെ അവരെ നമ്മൾ നോക്കുകയാണ്, നല്ല ഭംഗിയിൽ സൗന്ദര്യമുണ്ട്, ഉഷാറാണ്, എന്നിട്ട് കമൻറ്റ് പറയുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മളെ ഭാര്യയായാലും നമ്മളെ മക്കളായാലും മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ഒരേ കണ്ണിലൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി. പക്ഷേ മനുഷ്യനാണ്. ഇപ്പോൾ ഈ നമ്മൾ ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ട്, പുരുഷൻ്റെ ഇത് സെക്ഷൽ ഹോർമോണുകൾ അവരുടെ കാഴ്ചയിലൂടെ വർദ്ധിക്കും, കാഴ്ചയിലൂടെ ഉണ്ടാകും, ഡോപാമിൻ പോലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിക്കും. അത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. കുടുംബക്കാരിൽപ്പെട്ട, അയൽപക്കത്തിൽപ്പെട്ട, നല്ല ബന്ധത്തിൽപ്പെട്ടവരെ കാണുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ ഒരാൾക്ക്, ഇപ്പോൾ ഒരു സ്ത്രീ സംസാരിക്കാമെന്ന്, ഒരുപാട് സ്ത്രീകളുമായി നമുക്ക് സംസാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക. നിങ്ങൾ ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക, ഗൃഹാഭയങ്ങളെ സൂക്ഷിക്കുക. വളരെ അർത്ഥവത്തായ വാചകം. കണ്ണുകളെ താഴ്ത്താതെ ഗൃഹാഭയം സൂക്ഷിക്കാനില്ല. അപ്പോൾ നോട്ടമാണ് അതിൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എങ്ങനെ അവരെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് ആയത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കുക സാധ്യമല്ല. പക്ഷേ നമ്മൾ വീണ്ടും ഇപ്പോൾ 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വീണ്ടും അവരെ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ചെയ്തികൾ, അവരുടെ ഭാവങ്ങൾ, അവർ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് മൂമെൻറ്റിലാണ് അവർ സന്തോഷത്തിലുള്ളത്, അങ്ങനെ എല്ലാവരും വ്യത്യസ്തമായി. നമ്മളിപ്പോൾ പലപ്പോഴും പല പുസ്തകങ്ങളും വായിക്കുന്ന ആളുകളുണ്ട്, പല കഥകൾ കേൾക്കുന്ന ആളുകളുണ്ട്. ഇതൊരു ഭാഗം കൊണ്ടോ 2 ഭാഗം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ അവർ തീരുള്ളൂ. പക്ഷേ അത്ര വലിയ വിഷയമാണ് അവളെ മനസ്സിലാക്കുക എന്നത്. അപ്പോൾ ഇവിടെ വലിയ പുസ്തകങ്ങൾ എഴുതുന്ന ആളുകളുണ്ട്. അതുപോലെ അവരുടെ ദാമ്പത്യ തകർച്ചയിലായിട്ട് നമ്മൾ പിന്നീട് കാണാറുണ്ട്. അതുപോലെ പല മേഖലകളിലും ഭയങ്കരമായി അഭിനയിക്കുന്ന ആളുകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കും. 50 വർഷം ഒന്ന് ജീവിക്കാനായിട്ട് 20 വർഷമൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വിവാഹം ചെയ്തിട്ടാകുമ്പോൾ 4 വർഷം 5 വർഷം ആകുമ്പോൾ കൊണ്ട് ജീവിതം മടുത്ത് ഉപേക്ഷിച്ച് വേർപെട്ട് വേറെ ആയിട്ടുള്ള അവസ്ഥ. അതുപോലെ ഈ അടുത്ത കാലത്ത് ഒരു മോട്ടിവേഷൻ കുടുംബ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആളാണ് ആ ഭാര്യയും ഭർത്താവും. പക്ഷെ അവർ തമ്മിൽ തെറ്റുണ്ടായാലും. അപ്പോൾ നമുക്കറിയാം വാർത്ത, അതായത് അദ്ദേഹത്തിന് സുലൈമാൻ, അതായത് മുസ്ലിമായിരുന്നു അദ്ദേഹം, പിന്നീട് ക്രൈസ്തവ മതം സ്വീകരിച്ചു, എന്തുമാകട്ടെ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ലോകത്തിൽ എല്ലാ പെൺകുട്ടികളെയും കുറിച്ച് പഠിച്ചു, തൻ്റെ ആൺകുട്ടികളെക്കുറിച്ച് ഒരാൾ പഠിച്ചു. പക്ഷേ കാര്യമില്ല, തൻ്റെ ഭാര്യ എങ്ങനെ, തൻ്റെ ഭർത്താവ് എങ്ങനെ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ ഇഷ്ടം എന്താണെന്ന് അവർ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ ഒരുപാട് തിയറികൾ അറിഞ്ഞതുകൊണ്ടോ നമുക്ക് ആ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ആകാൻ സാധിക്കണമെന്നില്ല. മറിച്ച് എല്ലാവരും വ്യത്യസ്തമാണ്. നമ്മളെ വിരൽ തുമ്പുകൾ, ഫിംഗറുകൾ വ്യത്യസ്തമായതുപോലെ, നമ്മളെ മുടികൾ വ്യത്യസ്തമായതുപോലെ, നമ്മളുടെ സൗണ്ടുകൾ വ്യത്യസ്തമായതുപോലെ, നമ്മുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് എന്നതുപോലെ പലപ്പോഴും ഒരു വീട്ടിൽ തന്നെ 5 കുട്ടികൾ നമ്മൾ പറയാറുണ്ട്, 5 പേരിൽ ഇങ്ങനെ കാണിച്ച് പറയാറുണ്ട്, ഒരുപോലെ അല്ലല്ലോ. അതുപോലെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിൽ 5 കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെയാണ് ഓരോ സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാമുകി, നമ്മുടെ ഭാര്യ, കാമുകി ഞാൻ ഉദ്ദേശിച്ച് വിവാഹം നിശ്ചയിച്ചൊക്കെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവരെയാണ്. അതേപോലെ പിന്നെ നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളെ ഉമ്മമാർ അവരൊക്കെ നമ്മൾ എന്ത് വേണം, ഈ ഒരു നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നോ കേട്ട പ്രസംഗങ്ങളിൽ സംസാരങ്ങളിൽ നിന്നോ അല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഓരോ ആളുകൾ വ്യത്യസ്തരാണെന്ന് നമ്മൾ ബോധ്യം നമുക്കുണ്ടാകണം. അവരെന്താണ് ഇഷ്ടം, അവർക്ക് എന്താണ് ആഗ്രഹം. പലപ്പോഴും നമ്മൾ പഠിച്ച തിയറി ആയിരിക്കില്ല, നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല അവർക്ക് ഇഷ്ടം. നമ്മൾ വായിച്ചിട്ടുണ്ടാവും ഇന്ന ക്വാളിറ്റിയാണ് അവർക്കില്ല, അപ്പോൾ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഭയങ്കരമായ പ്രസക്തമായ പഠനങ്ങളും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയത്, അതിൽ അദ്ദേഹത്തിന് ഒരു
ജോൺ നവാറോ പറഞ്ഞൊരു ആളുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ബോഡി ലാംഗ്വേജ്, അദ്ദേഹം FBI പ്രവർത്തിക്കുന്ന ആൾ, അമേരിക്ക എന്തൊരു ഇതിലൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, FBI പോലുള്ള വലിയ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഒരാൾ കള്ളം പറയുക എന്നത് കണ്ടുപിടിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അസാധ്യമായ കാര്യം. ഇപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടി, നമ്മളെ കാമുകി, എന്തുകൊണ്ടാണ് പല ആളുകളും ചതിക്കുന്നത്, വഞ്ചിക്കപ്പെടുന്നത്, പല ഹണി ട്രാപ്പുകൾ നടക്കുന്നത്? അവർക്ക് കഴിവുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട്. നമ്മളെ വഞ്ചിച്ച്, നമ്മളെ തട്ടിപ്പാക്കി 4 ദിവസം മുണ്ടി 10 ദിവസം മുണ്ടിയിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ട്, എന്നാൽ നമുക്ക് തോന്നും ആ വീഡിയോ കോളൊക്കെ വിളിച്ച് ഭയങ്കര സംസാരിച്ച് ഭയങ്കര ഇതായിരിക്കും. നല്ല ഒന്നുമില്ല പറഞ്ഞാൽ ചില പ്രവാസികളെ ഇത് കണ്ടില്ല, കൊണ്ടാ ചിരി വരുന്നു. അപ്പോൾ അവസാനം പോയി പൈസ പോയത് മാത്രം മെച്ചം. 200 300 ദിനാറൊക്കെ നഷ്ടപ്പെട്ട ആളുകളറിയാം, ബാങ്കിൻ്റെ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ട്. അപ്പോൾ അതേപോലെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ കള്ളം പറയുക എന്നത് ഒരിക്കലും കണ്ടുപിടിക്കാനില്ല. മുഖത്ത് നോക്കിയിട്ട് പോലും, പിന്നല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കണ്ടുപിടിക്കാൻ, മുഖത്തോട് മുഖം നോക്കിയിട്ട് പോലും കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അവരുടെ പ്രത്യേക ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ചില ആളുകളെ കള്ളന്മാരാണ് തെറ്റിദ്ധരിച്ചിട്ട് അറസ്റ്റ് ചെയ്താറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. കാരണം അവരുടെ പെട്ടെന്ന് ചോദ്യം ചെയ്യുമ്പോൾ, ഒരു ഇരുട്ട് റൂമിലും ചോദ്യം ചെയ്യുമ്പോൾ ഒക്കെ പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറുമല്ലോ, അവർ ടെൻഷൻ കൂടും, അവരുടെ കാലുകളും കൈകളും പ്രത്യേക ദിശയിലേക്ക്, അവർ വിചാരിക്കുന്ന ബോഡി ലാംഗ്വേജിലേക്ക് എത്തും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ജോൺ നവാറോ പറയുകയാണ്, ഞാനല്ല, ജോൺ നവാറോ പറയുകയാണ്, അദ്ദേഹം അത് ആ ഒരു ടെൻഷനിലും ആ പ്രഷറിലും ചോദ്യത്തിൻ്റെ അന്തരീക്ഷത്തിലും സംഭവിക്കുന്നതാണ്. മറിച്ച് അവർ കള്ളം പറയുന്നു എന്നതിന് അർത്ഥമില്ല, മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരിപ്പോൾ ഡിസ്ട്രാക്ഷനിലാണ്. അതായത് അവരിപ്പോൾ ആ സാഹചര്യം ഇഷ്ടപ്പെടുന്നില്ല, ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല ആ ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ ഇന്നാളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ അതായത് ഏത് സാഹചര്യം, അങ്ങനെ അവരെ നോർമലാക്കുക ഒരാളെ എന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ നോർമലായിട്ട് അവരെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക കൃത്യമായിട്ട്, എങ്കിൽ മാത്രമേ അവർ ദേഷ്യം പിടിച്ച് എങ്ങനെ ഉണ്ടാവും, സന്തോഷം എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോന്നും സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ആയത്ത് പറയുമ്പോൾ നമുക്ക് ഒരു ഭാഗമായിട്ട് 2-3 ഭാഗമായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കതുമായി ബന്ധപ്പെട്ട് വിശാലമായി സംസാരിക്കാം. ഒരുപാട് ആയത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണിത്. സ്ത്രീകളുമായി സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവളെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അവരുടെ സ്വഭാവം, അവർ ഇഷ്ടപ്പെട്ട നിറം, കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന പാനീയം, വെള്ളം, ജ്യൂസുകൾ, അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവരെക്കുറിച്ച് A to Z മനസ്സിലാക്കിയാൽ, എന്തിനു വേണ്ടി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, കൂടുതൽ നല്ലൊരു ബൗണ്ട് ഉണ്ടാക്കാൻ, ആ ഭാര്യ ഭർത്ത ബന്ധത്തിൽ അല്ലേ 15-20 വർഷമൊക്കെ ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കാൻ. ചില ആളുകൾ 2 വർഷം 3 വർഷം കൊണ്ട് തന്നെ വളരെ ദൂരത്തായി പോകാറുണ്ട്. ഒരേ വീട്ടിലാണ് താമസം, ഒരേ ഫ്ലാറ്റിലാണ് താമസം, പക്ഷേ ആന്തരികം അടുത്തടുത്തുണ്ട്, പക്ഷേ മാനസികമായി വളരെ ദൂരെയായി പോകാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മൊബൈലിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. സ്വന്തം ഭാര്യ, ഈ അടുത്ത കാലത്തൊരു രസം വായിച്ചത്, 2 ആളുകൾ ഭാര്യയും ഭർത്താവും ഹണിമൂൺ ട്രിപ്പ് പോകാൻ വേണ്ടി ട്രിപ്പ് പോയി. ഫസ്റ്റ് ഹണിമൂണല്ല, മറിച്ച് ഒരു ട്രിപ്പ് പറഞ്ഞ് പോയി ഭാര്യയും ഭർത്താവും. എൻ്റെ ഫ്ലാറ്റിൽ ഇങ്ങനെ നിന്നിട്ട് 2 ആളും പുറത്തേക്ക് നോക്കാമെന്ന് ക്ലാസ്സിലൂടെ. അപ്പോൾ അവിടെ പുറത്തുനിന്ന് അവർ കാണുന്ന ഒരു കാഴ്ച, ഒരു തെരുവ് ജോലി, ഒരു കൈയില്ലാത്ത ഒരാൾക്ക് തൻ്റെ ഭാര്യ തൻ്റെ കൈ കൊണ്ട് ഭക്ഷണം ഉരുളാക്കിയിട്ട് വായി കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. ഇവർ 2 പേരും ഇങ്ങനെ അന്തം വിടുക. എത്ര നല്ല സൗന്ദര്യമായ ജീവിതം, എത്ര നല്ല ദാമ്പത്യം മധുരിക്കുന്നത്. ഇവർക്ക് ഈ വലിയ അന്തരീക്ഷം സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഇവർക്ക് സന്തോഷം സമാധാനമില്ല. അതേപോലെ മറ്റൊരു ഉദാഹരണം, ഈ ഒരു അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ ഓടിപ്പോയി. അതായത് തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. അപ്പോൾ പിടിച്ചു കൊണ്ടുവന്നു, സംസാരിക്കാൻ വേണ്ടി മധ്യസ്ഥ വഹിച്ചു, ആളുകൾ ഇടപെട്ടു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, എന്നിട്ട് ഭർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ആക്കി തന്നില്ലേ, ഫ്രിഡ്ജ് വാങ്ങി തന്നു, എല്ലാ സൗകര്യങ്ങളുണ്ട്, സാധനങ്ങൾ ഇഷ്ടം പോലുണ്ട്, 5 കിലോ ഇറച്ചി. ഈ കൗൺസിലിംഗ് ഈ സംസാരിക്കുന്ന മധ്യസ്ഥമാരോട് ഇയാൾ പറയാൻ, 5 കിലോ ഇറച്ചി വരെ ഈ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും, അത്രയ്ക്ക് അവർക്ക് ഭക്ഷണത്തിന് അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ആ സ്ത്രീ പറഞ്ഞ ഒറ്റൊരു വാക്കേയുള്ളൂ, എങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടാക്കിയ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിനെ മംഗലയിച്ചാൽ പോലെ എനിക്ക്, അങ്ങനെ എന്തോ ഒരു വാക്ക് അവൾ പറഞ്ഞത്. ഭയങ്കര അർത്ഥവത്തായ ഒരു വാക്ക്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സുഖങ്ങളും സൗകര്യങ്ങളും ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിൻ്റെ മാധുര്യം അവൾ ആഗ്രഹിക്കുന്നത്. ഒന്ന് ചേർന്നിരിക്കുക, സംസാരിക്കുക, കുശലം പറയുക. ഇപ്പോൾ സ്ത്രീകളെ സെക്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മളെപ്പോലെ ഒരു കാണുന്ന കാഴ്ച കൊണ്ടോ പറഞ്ഞൊരു വാക്കുകൊണ്ടോ പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ഒരു നല്ലൊരു ഫോട്ടോ കൊണ്ട് ഒരു ഉഷാർ ഉന്മേഷം, അതുകൊണ്ട് പുറത്ത് പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, പുറത്ത് നിങ്ങൾ മറ്റൊരു സ്ത്രീകളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിയാൽ ഉടനെ തന്നെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുക, തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാം. തൻ്റെ ഭാര്യയുടെ അടുത്ത് എന്തൊക്കെ ഉണ്ടോ അതേ ഉള്ളൂ മറ്റൊരു സ്ത്രീക്ക്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ പറയാണ്, ഇതൊന്നുമല്ല എനിക്ക് ആവശ്യം. അതായത് ശാരീരികമായ അടുപ്പമാണ് ഈ കുട്ടിക്ക് ആവശ്യം. സംഭവം എന്താ വെച്ചാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും ഇദ്ദേഹത്തിന് സമയമില്ല, ബിസിനസ്സും തിരക്കായിട്ട് ഇങ്ങനെ നടക്കാൻ. അതുകൊണ്ട് തോട്ടക്കാരനെ കണ്ടു,
നാട്ടിൽ പണിയെടുക്കുന്ന തോട്ടത്തിൽ പണി, തൻ്റെ തോട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനെ കണ്ടു, നല്ല നല്ല സംസാരിച്ചു, ഇഷ്ടം തോന്നി, അവൻ്റെ കൂടെ പോയി. ഓളെ തെറ്റ് പറയാൻ നമുക്ക് പറ്റില്ല. അതായത് മതപരമായ വിഷയത്തിലൂടെ കാണുമ്പോൾ എല്ലാം, മറിച്ച് ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഒരു തെറ്റ് പറയാൻ സാധ്യമല്ല. കാരണം അവൾക്ക് അവകാശപ്പെട്ടത്, ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ആഴ്ചയിൽ എത്ര പ്രാവശ്യം സെക്സ് ചെയ്യണമെന്നെ കുറിച്ചൊക്കെ ക്ലാസ് ചെയ്യുമ്പോൾ, അതൊക്കെ ഇപ്പോൾ വീഡിയോയിൽ മൊത്തത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ അവർ പറയാനുള്ള ഒരു പ്രധാന പോയിൻ്റ് ഉണ്ട് അവിടെ. നിനക്ക് ആ സെക്സ് ചെയ്യേണ്ട കഴിവ് നിനക്കില്ലെങ്കിൽ നീ ഡോക്ടറെ പോയി കാണണം. എന്തുകൊണ്ട് നിനക്ക് ടൈമിംഗ് ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് തൻ്റെ ഭാര്യയുടെ അടുത്ത് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കുടിച്ചിട്ട് പോയിട്ട് പറയണ്ടല്ലോ ബാക്കി. അപ്പോൾ നമുക്ക് കൂടുതൽ മറ്റൊരു വിഷയമായി ഒരുപാട് സമയം ഇപ്പോൾ തന്നെ ആയി. പഠിക്കുക, മനസ്സിലാക്കുക, അവളെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ നിങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക.